എല്ലാത്തിനും പിന്നിൽ ക്രൈം നന്ദകുമാറിന്റെ ക്രൂക്കഡ് മൈൻഡ്. നടി കാവേരിയും താനും തമ്മിലുള്ള കേസിന് പിന്നിൽ ക്രൈം നന്ദകുമാറാണെന്ന് നടി പ്രിയങ്ക അനൂപ്. കാവേരിയുടെ അമ്മ പ്രിയങ്കയ്ക്കെതിരെ നൽകിയ കേസിൽ നീണ്ട 20 വർഷങ്ങൾക്കു ശേഷം 2021 കോടതി പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കിയിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സു തുറക്കുകയാണ് പ്രിയങ്ക അനൂപ്. അത് വല്ലാത്തൊരു യാത്രയായിരുന്നു. 20 വർഷം എന്നത് നല്ലൊരു കാലമാണ്. ആ സമയത്താണ് എന്റെ കല്യാണം, കുഞ്ഞുണ്ടാകുന്നത്, കല്യാണം മാറിപ്പോകുന്നതൊക്കെ. ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഞാൻ ഹാജരായിട്ടുണ്ട്. അവർ പറയുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. സൗണ്ട് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു. പറയുന്നതിനൊക്കെ ഞാൻ നിന്നു കൊടുത്തിട്ടേയുള്ളൂ. പക്ഷേ ചിലരുടെ സംസാരം കേട്ടാൽ തോന്നും കോടതിയിലെ മജിസ്ട്രേറ്റിന്റെ ബന്ധുവാണെന്ന്. അതിനാൽ എന്നെ വെറുതെ വിട്ടതാണെന്ന്. ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹമുള്ള ഒരാളെ വിളിച്ച് ഇങ്ങനെയൊരു വാർത്ത വരുമെന്ന് പറഞ്ഞതായിരുന്നു. അവരെയും കുറ്റം പറയുന്നില്ല. വേറൊരു രീതിയിലൂടെ പോയാൽ സത്യം അറിയാൻ സാധിക്കുമെന്ന് കരുതിയാകും. ക്രൈം നന്ദകുമാറിന്റെ ക്രൂക്കഡ് മൈൻഡാണ് എല്ലാത്തിനും കാരണം. കാവേരിയോടും അമ്മയോടും എനിക്കിപ്പോഴും സ്നേഹമേയുള്ളൂ. കേസിന്റെ സമയത്ത് അമ്മയെ 1-2 തവണ കണ്ടിരുന്നു. കാവേരിയെ പിന്നെ കണ്ടിട്ടില്ല. എന്റെ മകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട, എന്താണെന്ന് അന്വേഷിക്കാമെന്നേ അവർ കരുതിയിട്ടുണ്ടാകും. പക്ഷെ ഇത് വിറ്റ് കാശാക്കാമെന്ന് അയാൾ കരുതി. കിട്ടിയ ആയുധം കാശുണ്ടാക്കാൻ ഉപയോഗിച്ച്. അത് പലരും വിശ്വസിച്ചു. കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ആരോടും കരഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ എനിക്കത് നേരത്തെ ആകാമായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയോ അഭിമുഖീകരിച്ച് മുന്നോട്ട് വന്നതേയുള്ളൂ. എന്നെക്കുറിച്ച് നന്ദകുമാർ യൂട്യൂബിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ഞാൻ അതിനെതിരെ സൈബറിൽ കേസ് കൊടുത്തിരുന്നു. എന്നെ വിറ്റ് കാശാക്കാൻ അനുവദിക്കില്ല. എന്റെ സഹോദരൻ മരിച്ചുവെന്ന് അയാൾ പറഞ്ഞു. കണ്ടവർ കരുതിയത് ഈ കേസ് വന്നതിനു ശേഷമാണ് സഹോദരൻ മരിച്ചതെന്ന്. പക്ഷെ എന്റെ സഹോദരൻ മരിക്കുന്നത് 13 വയസ്സിലാണ്. ഞാൻ ഫീൽഡിൽ വരുന്നതിന് ഒരുപാട് മുൻപാണത്. അതും വിറ്റ് കാശാക്കി. ഇനി അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സൈബറിൽ പരാതി കൊടുത്തു. അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയ ശ്വേതാ മേനോനെ അഭിനന്ദിക്കുന്നു എന്നാണ് പ്രിയങ്ക പറയുന്നത്. ഒരു മാസികയിൽ കാവേരിയെപ്പറ്റി അപകീർത്തികരമായ വാർത്ത വരുമെന്നും അത് തടയാൻ 5 ലക്ഷം നൽകണമെന്നും പ്രിയങ്ക പറഞ്ഞെന്നായിരുന്നു കാവേരിയുടെ പരാതി. 2024 ഫെബ്രുവരി 10-നാണ് തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ തന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത് വിളിച്ചു പറയുക മാത്രമായിരുന്നു എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. പിന്നീട് കോടതി പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു.